കൊള്ളായിരുന്നു, നൈസ് പടമായിരുന്നു. വെറൈറ്റി സ്റ്റോറി ആയിരുന്നു. പടത്തില് കോമഡി കൊള്ളായിരുന്നു, വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല അഭിനയമായിരുന്നു. കൊള്ളാം, സൂപ്പർ, കൊള്ളാം. കോമഡി കോമഡിയുണ്ട്. കൊള്ളാം. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് പോരാ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് പോരാ. കുഴപ്പമില്ല കേട്ടോ, നല്ല ഫാൻറ്റസിയാണ്. സെക്കൻഡ് ഹാഫ് ത്രില്ലർ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഫാൻറ്റസി ത്രില്ലറാണ്, ഫിക്ഷനാണ്. ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം അഭിനയിച്ചിരിക്കുന്നവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളമല്ലേ, ആ ക്യാൻവാസിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് എൻഗേജ് ചെയ്യിക്കുന്ന പടമാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, അങ്ങനെയാണ് ആ പടം അവസാനിക്കുന്നത്. ശരി, ഓരോ ആർട്ടിസ്റ്റുകളെല്ലാം ഓക്കെയാണ്, അവരെല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇച്ചിരി കോമഡിയൊക്കെ ഉണ്ട്, കണക്റ്റ് ആവുന്ന കോമഡിയൊക്കെ ഉണ്ട്. എല്ലാത്തരം ഓഡിയൻസിനെയും കണക്റ്റ് ആക്കി ഫാമിലി ഓഡിയൻസ് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി, കുഴപ്പമില്ല, നല്ല പടം. നമുക്ക് എന്തായിരുന്നാലും ഫസ്റ്റ് ടൈം ആദ്യം വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല, പക്ഷേ കണ്ടു തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി, നല്ല പടമാണ്. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഫാൻറ്റസി, നമുക്ക് ബോറായിട്ട് ഒന്നും ഇല്ല. നമ്മൾ കണ്ണെടുക്കാതെ കാണാമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിലും നല്ല പടമാണ്, അടിപൊളിയാണ്. തിയേറ്ററിൽ വന്ന് കാണാം, അടിപൊളി. എല്ലാവരും അടിപൊളി. അജു വർഗീസ് എല്ലാവരും നല്ല കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല പടം. ജഗതി സൂപ്പർ ആയിരുന്നു പടം. ഇഷ്ടപ്പെട്ടു. അഭിനയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഷറഫ് നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല കോമഡി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ച് സീരിയസ് ആണ്. ഓവറോൾ നല്ല രസമുണ്ട്. ഹൊറർ ഉണ്ട് ബ്രോ, ഹൊറർ ഉണ്ട്. ഒരു ഫാന്റസി മോഡലാണ്. ഓവറോൾ കൊള്ളാം. പടം നല്ലൊരു സിനിമയാണ്. എടുത്തു പറയാനെന്ന് വെച്ചാല്, ഈ പടം കാണുന്നതിന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഗ്യാരണ്ടി എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സ്ഥലത്തും വരത്തില്ല. അതിൽ ഈ ഒരു പടത്തിന് എന്തായാലും 100% ഗ്യാരണ്ടി തരാം. പിന്നെ എന്താ, ഗ്രാഫിക്സ് ഒക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ നാൾക്ക് ശേഷം നമ്മുടെ മലയാളത്തിലെ ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ടൈപ്പിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു ചിത്രമാണ് ഹലോ മമ്മി എന്ന് പറയുന്ന ഒരു സിനിമ. തമിഴിലല്ല, ഇംഗ്ലീഷിലൊരു സിനിമ ഉണ്ട്, എന്തോ അമ്മച്ചി തിരുമ്പി വന്താച്ചി എന്ന് പറഞ്ഞ്, മമ്മി റിട്ടേൺസ്. അതൊക്കെ കരുതി വരുന്ന പോങ്ങന്മാര് എന്തായാലും ആ ലെവലിൽ വരല്. ഇതൊരു ഇംഗ്ലീഷ് ചിത്രമല്ല, മലയാളം ചിത്രമാണ്. മലയാളത്തിലെ ഒരു അമ്മച്ചി തിരുമ്പി വന്നൊരു ചിത്രം. കോമഡിയും ഹൊറർ കോമഡിയാണ് പടം. അതായത് ഒരു കല്യാണം കഴിക്കുന്ന ഒരു യുവാവിന് സംഭവിക്കുന്ന കുറച്ച് എന്താണ് കോമഡി ചാലിച്ചുള്ള ഒരു നല്ലൊരു ചിത്രം. ആക്ടിങ് ഒക്കെ എടുത്തു പറയാൻ ഉള്ളതെന്ന് വെച്ചാല് ജോണി ആന്റണി, ജഗദീഷ്, ബിന്ദു പണിക്കർ, പിന്നെ വേറെ ആരാണ്, ഐശ്വര്യലക്ഷ്മി. അവരൊക്കെ പക്ക ആയിട്ട്, അതായത് ഐശ്വര്യലക്ഷ്മിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൂവിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അത് ഈ വിവരമില്ലാത്ത ജനങ്ങൾക്ക് അത് ദഹിക്കത്തില്ല. അവരെ കുമാരി അവന്മാർ പൊട്ടിച്ചു കളഞ്ഞ്. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു നല്ല ഒരു ക്ലാസിക് ഒരു ത്രില്ലർ മൂവിയാണ് കുമാരി എന്ന് പറയുന്ന ഒരു ചിത്രം. വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ കുമാരിയൊക്കെ പൊട്ടിച്ച വിവരം കെട്ടവന്മാർ എന്തായാലും ഈ ഹലോ മമ്മി, അതായത് അമ്മച്ചി തിരുമ്പി വന്ന് ഈ പടം പൊട്ടിക്കും. എന്തായാലും നല്ല രീതിക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം.